നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലൂയിസ് സുവാരസ് ഇന്റർ മയാമിയിൽ തുടർന്നേക്കില്ല. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ വളരെ ബ്രേക്കിംഗ് ആയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ലൂയിസ് സുവാരസ് ഇന്റർ മയാമിയിൽ അടുത്ത സീസണിൽ തുടർന്നേക്കില്ല. എല്ലാ പോസിബിലിറ്റീസും ഓപ്പൺ ആണ്. ഈവൻ റിട്ടയർമെൻറ്റ് ഡിസംബറിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് എഡ്വാർഡോ ബർഗോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡിയാരിയോ ASൻ്റെ ജേർണലിസ്റ്റാണ് അദ്ദേഹം. നമ്മൾ ആ വാർത്തയിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണ്. അതിൽ പറയുന്നത് വലിയൊരു മാറ്റം ഇന്റർ മയാമിയിൽ ഇപ്പോഴുള്ള രീതിയിലും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം അടുത്ത സീസണിൽ ഇന്റർ മയാമിയിൽ തുടരില്ല. എന്നാൽ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഇപ്പോൾ അൺനോൺ. റിട്ടയർമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉറുഗ്വായിലേക്ക് മടങ്ങി പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ലൂയിസ് സുവാരസ് അൺസർട്ടൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വിശദമായിട്ട് പറയുന്നു, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും. എല്ലാ ലെജൻഡുമാരും ഗുഡ് ബൈ പറയും. ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫൈനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മെസ്സിയുടെ കണ്ടിന്യൂറ്റി അടുത്ത സീസണിൽ മെസ്സി എവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ലൂയിസ് സുവാരസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങളുള്ളത്. AS മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത സീസണിൽ അദ്ദേഹം തുടരാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അൺനോൺ ആണ്. റിട്ടയർമെൻറ്റിനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിക്കുന്നു. ലൂയിസ് സുവാരസ് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് ഡിസംബർ വരെ മയാമിയിൽ തുടർന്നേക്കും. അതിനുശേഷം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം അവിടെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു അത് ഡിസംബർ വരെ ഉണ്ടാകും. ഇന്റർ മയാമി അദ്ദേഹം വിട്ടുപോവുകയാണെങ്കിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് അവരും പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല സാലറിയുള്ള ഹയസ്റ്റ് സാലറിയുള്ള ഒരു താരമാണ് സുവാരസ്. അദ്ദേഹം പോവുകയാണെങ്കിൽ നല്ലൊരു അഡീഷൻ അവർക്ക് കൊണ്ടുവരാനും പറ്റും. സുവാരസിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അദ്ദേഹത്തിൻ്റെ സമയം മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടി, അത് പോരാ, പകരം MLS സീസൺ കിരീടം തന്നെ ചൂടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സുവാരസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇന്റർ മയാമിയുടെ ലെജൻഡാണ്. കാരണം ഇപ്പോൾ മയാമിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ ചരിത്രത്തിൽ നേടിയിട്ടുള്ളവരിൽ അദ്ദേഹം 2ാം സ്ഥാനത്താണ്. 34 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 50 ഗോളുകൾ അടിച്ച ലിയോ മെസ്സിയാണ് ഒന്നാമത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൻ്റെ പരിക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത സീസണിൽ സുവാരസ് അവിടെ തുടരാൻ സാധ്യതയില്ല. അടുത്ത സീസൺ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സീസൺ പോലെ അടുത്ത ഓഗസ്റ്റ് തുടങ്ങുന്നതല്ല. ഇപ്പോഴത്തെ ഈ സീസൺ ഡിസംബർ വരെയുണ്ട്. ഡിസംബറിന് ശേഷം അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് ASൻ്റെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.